ഇതൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കേസ് ഇതുവരെ ഒരു സംഭവം, ഒരു ആരോപണം കൊണ്ടുവന്നപ്പം അത് രാഷ്ട്രീയമായിട്ട് CPM ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും രാജിവെച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ MLA ആയിട്ട് എത്ര നാൾ തുടരാൻ പറ്റുമോ അത്ര നാൾ അയാൾ തുടരും. മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ എത്രയോ പേര് ഇതുപോലെ കേസിനകത്ത് അവർ പ്രതിയായി ജാമ്യത്തിൽ നിൽക്കുന്നു. അവരെയൊക്കെ ആ പാർട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ. കോൺഗ്രസ്സിൽ മാത്രമാണ് ഒരു ഗാന്ധിയൻ ചിന്ത ഇപ്പം വന്നത്. കേരളത്തിലെ 2-3 MLA ഇപ്പം തന്നെ ഇതുപോലെ റേപ്പ് കേസിനകത്ത് ഉൾപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ. അവരാരും രാജിവെക്കുന്നില്ലല്ലോ. ഈ കേസ് മുന്നോട്ട് പോകുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ? അങ്ങനെയുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? MLA സ്ഥാനം ഒന്നും രാജിവെക്കേണ്ടി വരത്തില്ല. ഈ കേസിന്റെ വഴിക്ക് അങ്ങ് പോകും. അത് അവസാനം അത് കുറേ നാൾ കഴിയുമ്പം അത് അക്വിറ്റിലോട്ട് പോകും. കാരണം പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള എവിഡൻസ് ഇതിനകത്ത് കിട്ടൂല എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ 2-3 MLA ഇപ്പം തന്നെ ഇതുപോലെ റേപ്പ് കേസിനകത്ത് ഉൾപ്പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്നവരുണ്ടല്ലോ. അവരാരും രാജിവെക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ രാജിവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടി വരും. അതുവരെ ഈ കേസ് ഉണ്ടെങ്കിലും ശരി MLA ആയിട്ട് തുടരുന്നതിൽ യാതൊരു നിയമ തടസ്സങ്ങളും ഇല്ല. സർ, കോൺഗ്രസ് എങ്ങനെയായിരിക്കും രാഷ്ട്രീയ പ്രതിരോധം തീർക്കുക? ന്യായീകരിക്കുന്ന പരാമർശങ്ങൾ വേണ്ട എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ. സാർ, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് മനസ്സിലാകുന്നില്ല. കാരണം CPM ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ എത്രയോ പേര് ഇതുപോലെ കേസിനകത്ത് അവർ പ്രതിയായി ജാമ്യത്തിൽ നിൽക്കുന്നു. അവരെയൊക്കെ ആ പാർട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ. കോൺഗ്രസ്സിൽ മാത്രമാണ് ഒരു ഗാന്ധിയൻ ചിന്ത ഇപ്പം വന്നത്. ഇയാൾ തള്ളിക്കളഞ്ഞു. അയാളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പ്രാഥമിക അംഗത്വം നിന്ന് നീക്കി. ആയിക്കോട്ടെ, അതേ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോട്ടെ. രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും രാജിവെച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അയാൾ MLA ആയിട്ട് എത്ര നാൾ തുടരാൻ പറ്റുമോ അത്ര നാൾ അയാൾ തുടരും. അതിനുശേഷം വീണ്ടും അടുത്ത ഇലക്ഷൻ അയാൾ നിന്നാൽ അയാൾ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഞാൻ കാണുന്നത്. ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസ് മറയ്ക്കാൻ കെട്ടിച്ചമച്ചതാണ് ഈ കേസ് എന്ന വാദത്തിന് എത്രത്തോളം കഴമ്പുണ്ട്? അങ്ങനെയൊരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാമോ? അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം ശബരിമല കേസിനകത്ത് എന്താണ് നടന്നതെന്ന് അത് പോലീസ് കണ്ടുപിടിച്ചതോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഭരിക്കുന്ന ഗവൺമെന്റ് കണ്ടുപിടിച്ചതോ ഒന്നുമല്ല. ഹൈക്കോടതിയാണ് അതിനകത്ത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനുള്ള ടീമിനെ തന്നെ ഹൈക്കോടതി കണ്ടെത്തിയതാണ്. കറകളഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തന്നെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഈ കേസിനകത്ത് തീർച്ചയായിട്ടും രാഷ്ട്രീയം കളിക്കുന്നവർക്ക് പരിക്കേൽക്കും എന്നാണ് കരുതുന്നത്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയാലും ശരി, അയാൾ സർവൈവ് ചെയ്യും. അതേപോലെ ധാരാളം ഈ യങ്സ്റ്റേഴ്സ് കോൺഗ്രസിനകത്തുണ്ട്, CPM-ലും ഉണ്ട്. അവരൊക്കെ തീർച്ചയായിട്ടും അവർ ചെയ്ത ചെയ്തികളൊക്കെ അത് പൊതുജനം ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും, ചിലപ്പം അത് അവഗണിച്ചു കളയും. അത് തന്നെയല്ല, അങ്ങനെയുള്ളവർ പലരും ജയിച്ചു കയറി വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പൊതുജനങ്ങൾ ചിന്തിക്കുന്നത്. കുറേയൊക്കെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കാണിക്കും. അത് അവരുടെ സ്വഭാവത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും അന്തരീക്ഷത്തിലും ഒക്കെ നടക്കുന്ന കാര്യമാണ്. അതൊന്ന് ഇഗ്നോർ ചെയ്ത് കളയുക എന്നുള്ളതാണ്. കോൺഗ്രസ് എടുത്ത തീരുമാനം ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. സാർ, മറ്റൊരു കാര്യമുള്ളത്, നടനും MLA-യുമായ മുകേഷിനെതിരെ പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ല. നിയമസഭയിൽ വരുന്നുമുണ്ട്. അപ്പോൾ മാങ്കൂട്ടത്തിലിന്റെ രാജി അനിവാര്യമാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അനിവാര്യമല്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഇതുപോലെയുള്ള കേസുകളിൽ പെട്ടുപോയിട്ടുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് പെട്ടതാകാം, അല്ലെങ്കിൽ അത് ഫാബ്രിക്കേറ്റ് ചെയ്തതാകാം. അങ്ങനെയൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ അവരെ കൺവിക്ട് ചെയ്യുകയോ അവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ രാജിവെക്കേണ്ട ഒരു ആവശ്യമുള്ളൂ. ശരിക്കും തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തായി, ഈ ഒരു സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഇതൊരു രാഷ്ട്രീയ ആയുധം തന്നെയാണ്. കാരണം ശബരിമലയിലെ സംഭവം കോൺഗ്രസും BJP ഒരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കേസ് ഇതുവരെ ഒരു സംഭവം, ഒരു ആരോപണം കൊണ്ടുവന്നപ്പം അത് രാഷ്ട്രീയമായിട്ട് CPM ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ BJP ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രാഷ്ട്രീയമായ ഇതുപോലെയുള്ള ആരോപണങ്ങൾ, ഫോൾസായ വെറും മോശമായ ആരോപണം കൊണ്ടുവന്ന് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ചിന്തകർ ധാരാളം പേര് എല്ലാ പാർട്ടിയിലും ഉണ്ട്.
അതിൽ നിന്നൊക്കെ നമ്മൾ മാറണം. സത്യവും നീതിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒരാളെ വിക്ടിമൈസ് ചെയ്ത് അതിനകത്ത് രാഷ്ട്രീയം മുതലെടുക്കാൻ ശ്രമിക്കുന്നത്, അതൊന്നും ഇനി പൊതുജനങ്ങൾ അംഗീകരിക്കത്തില്ലെന്നേ. അത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പലരും നമ്മൾ വിചാരിക്കും അതിൽ നിന്ന് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. അന്തരീക്ഷത്തിൽ ഇതുപോലെയുള്ള കഥകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കും. പക്ഷെ അതൊന്നും മനുഷ്യനെ ബാധിക്കില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ട്രൂ ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റിസനെ ഒന്നും അത് ബാധിക്കില്ല. അവർക്ക് യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലുണ്ട്. അതനുസരിച്ച് അവർ വോട്ട് ചെയ്യും. അറസ്റ്റിലേക്ക് പോകുകയാണ് എങ്കിൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ സ്പീക്കറുടെ അനുമതി വേണോ? അറസ്റ്റ് ചെയ്തിട്ട് സ്പീക്കറെ അറിയിച്ചാൽ മതിയല്ലോ. അപ്പം അതിന് മുൻകൂർ അറിയിക്കുന്നത് നല്ലതാണ്, അറസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ആ ഇനീഷ്യൽ സ്റ്റേജിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതെ തന്നെ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നൊരു ധാരണയുണ്ട്. പ്രൈമറി എവിഡൻസ് അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം. ഒരാളൊരു ആരോപണം പറഞ്ഞു, അത് അന്വേഷിക്കാതെ എങ്ങനെയാണ് അതിനകത്തൊരു എവിഡൻസ് ഉണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുന്നത്? അത് അന്വേഷിക്കാതെ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്? അങ്ങനെ തന്നെയുള്ള അത് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നതാണ് വരുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടനെ നേരത്തെ എങ്ങാണ്ട് ഇലക്ഷനുമായിട്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നേരത്തെ ഒരു കേസെടുത്ത് അയാൾ റിമാൻഡിൽ പോയി. അയാൾ കുറച്ച് ദിവസം അകത്ത് കിടന്നതാണ്. ആ എക്സ്പീരിയൻസ് വെച്ച് തീർച്ചയായിട്ടും അയാൾ ഇപ്പോഴത്തെ മുൻകൂർ ജാമ്യത്തിന് പോയി തെറ്റില്ല. അയാൾ ഇന്ത്യ വിട്ടെങ്ങും പോകാമെന്നില്ല, അത് കേരളത്തിൽ തന്നെ കാണും. അയാൾ മാറി നിൽക്കും. കോടതിയിൽ ഇത് ഫയൽ ചെയ്ത ശേഷം ഇതിനൊരു തീർപ്പ് കൽപ്പിക്കുന്നിടം വരെ മാറി നിൽക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടാൽ പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയായിരിക്കും ഈ കേസിനെ നേരിടാൻ പോകുന്നത്? അയാളുടെ നിയമ പോരാട്ടം ഏത് രീതിയിലായിരിക്കും? മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഓരോ സെക്ഷനും അതിനൊക്കെ നമ്മൾ നോക്കുക. റേപ്പ് നിൽക്കത്തില്ല, കാരണം മാരീഡ് സ്ത്രീയാണ്. അതുപോലെ തന്നെ മിസ്കാരിയേജിന് എവിഡൻസ് ഇല്ല, ഫീച്ചേഴ്സ് ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, സ്വന്തമായിട്ട് അവർ പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലോ എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ അവരെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത്, ഭർത്താവ് ഉപദ്രവിച്ചുള്ള ഒരു ആരോപണം അവർ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ അതുകൊണ്ട് ആ ഉപദ്രവത്തിൻ്റെ, ആ കാലഘട്ടത്തിലെ ഉപദ്രവത്തിന് ഇപ്പം പോലീസിന് കേസെടുത്ത സമയത്ത് അവർക്ക് ഒരു ഹർട്ടുണ്ടായെന്നും അവർക്കൊരു മർദ്ദനം ഉണ്ടായെന്നും അതിനുള്ള അവരുടെ ശാരീരികമായ എവിഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അത് എത്രയോ നാൾ മുമ്പ് പറഞ്ഞ ഒരു ആരോപണമാണ്. അതുകൊണ്ട് എവിഡൻസ് ഇതിനകത്ത് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരോപണം അതുകൊണ്ട് നിലനിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ അതിജീവിതയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുത്തതിനെ പലരും വിമർശിച്ചത് കണ്ടു. അങ്ങനെ നേരിട്ട് പരാതി കൊടുക്കുന്നതിൽ നിയമ തടസ്സം വല്ലതുമുണ്ടോ? മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയല്ലേ. നിയമ തടസ്സം ഒന്നും തന്നെ ഇല്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം. അതിനൊന്നും നിയമ തടസ്സം ഇതിൻ്റെ ഒരു പേര് പറയാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയില്ല? നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അല്ലെങ്കിൽ നമ്മുടെ BNSS പറയുന്നത് എന്താണ്? ഒരാൾക്കൊരു ഒരു ആരോപണം ഉണ്ടെങ്കിൽ, ഒരു പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പോലീസ് സ്റ്റേഷനിൽ പോയി കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ അവിടെ പോയി മൊഴി കൊടുത്ത് കേസെടുക്കണം. അതാണ് ഇന്ത്യയിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അല്ലെങ്കിൽ BNSS പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. ചിലപ്പം പോലീസുകാരെ രാഷ്ട്രീയം വെച്ചിട്ട് ചിലപ്പോൾ എടുക്കില്ല. പക്ഷേ FIR എടുത്തില്ലെങ്കിൽ അതിനുള്ള നടപടികളുണ്ട്. കോടതി കൊടുക്കാമല്ലോ, നമുക്ക് നടപടി വരും. അതിന് ഒരു പരാതി എത്ര സത്യവിരുദ്ധമായാലും ശരി, അല്ലെങ്കിൽ സത്യത്തോടു കൂടിയതായാലും ശരി, അത് അന്വേഷിക്കാനുള്ള സംവിധാനമുണ്ട്. അത് പോലീസ് അതിനകത്ത് രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയിൽ നമുക്ക് പരാതി കൊടുത്ത് കോടതി അത് പരിശോധിക്കും. അതിനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് പോലീസ് ഓഫീസേഴ്സ് അവർ ചില ആൾക്കാരെ പ്രതിയാക്കിയും വാദിയാക്കിയൊക്കെ കൊണ്ടുവരുന്നത് അത് നല്ലതല്ല. അത് ആ നടത്തുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് തീർച്ചയായിട്ടും ക്ഷീണം ഉണ്ടാവും. കാരണം അങ്ങനെ വഴിവിട്ട് സഞ്ചരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ധാരാളം പേര് കേരളത്തിലുണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, പാലക്കാട് ചെർപ്പുളശ്ശേരി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു. എന്താണ് ആത്മഹത്യ ചെയ്യാൻ കാരണം? അയാളുടെ DYSP ഇയാളെ മാനസികമായി പീഡിപ്പിച്ചു. അതിൻ്റെ കാരണം നമുക്കറിയാം. ആ DYSP ഇയാൾ അറസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയുടെ വീട്ടിൽ പോയി അയാൾ അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാക്കി. ആ വിവരം ആണ് സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഡൈയിങ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ ആത്മഹത്യാ കുറിപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ട്. അത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങളാരും അങ്ങനെ പോകരുത്. ഭരണഘടന അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്ത് സർവീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് രാഷ്ട്രീയം
കാണിച്ചവർക്ക് എല്ലാവർക്കും പരിക്കേൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അവരുടെ പ്രൊട്ടക്ഷനോട് എവിടെ ഇരുന്നാലും കൈക്കൂലി വാങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ ട്രാപ്പിലാകും. അതല്ലല്ലോ, നിങ്ങൾക്ക് ഒരു ശമ്പളം നിശ്ചയിച്ചിട്ടുണ്ട്, ആ ശമ്പളത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും ഒതുങ്ങണം. വല്ലവരും പൈസ വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ജീവിച്ച് ആള് കളിക്കുന്നത് നല്ലതല്ല എന്നാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നിയമവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുകയോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അവര് നിയമത്തെ വളച്ചൊടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പരിക്കുണ്ടാവും. അത് ഇപ്പോൾ ഉണ്ടായില്ലേ ശരി, അടുത്ത നാളിൽ വളരെ ദൂരെ അല്ലാതെ അങ്ങനെയുള്ളവർക്കൊക്കെ പരിക്കുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.